2020 ലോകകപ്പ് വിജയിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ അല്പസമയത്തിനകം ഡൽഹിയിലെത്തും. ബാർബഡോസിൽ നിന്ന് പ്രത്യേക വിമാനത്തിലാണ് ടീം അംഗങ്ങൾ ഡൽഹിയിലെത്തുക. ബാലഗോപാലുണ്ട് വിവരങ്ങളുമായി. ബാലു, രാജ്യം മുഴുവൻ ഈ വിശ്വവിജയികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഈ വിമാനത്താവളത്തിലെ ഒരുക്കങ്ങൾ, സജ്ജീകരണങ്ങൾ ഒക്കെ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് മുംബൈ. ഈ ക്രിക്കറ്റ് താരങ്ങളെ വരവേൽക്കുന്നതിനായി ഡൽഹി വിമാനത്താവളം അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പ്രത്യേക വിമാനം ഡൽഹിയിൽ ലാൻഡ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് നേരത്തെ 6 മണിക്ക് വിമാനം ലാൻഡ് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഡൽഹിയിൽ നിലവിൽ മഴയുണ്ട്. ആ മഴ കാരണം ഈ വിമാനം അല്പം വൈകിയാണ് ഇപ്പോൾ ലാൻഡ് ചെയ്യുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്ക് കാണാം, ഈ പിന്നിൽ കാണാം, രാവിലെ തന്നെ ഈ മഴയെ അവഗണിച്ചുകൊണ്ട് നിരവധി ക്രിക്കറ്റ് ആരാധകർ ക്രിക്കറ്റ് താരങ്ങളെ ഈ സ്വാഗതം ചെയ്യുന്നതിനായി ഇപ്പോൾ ഈ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ഈ വലിയ പ്ലക്കാർഡുകളും, അതായത് ഈ താരങ്ങൾക്കും മറ്റും ഈ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള നിരവധി പ്ലക്കാർഡുകളും മറ്റും കൊണ്ട് ഈ നിരവധി പേർ എത്തിയിട്ടുണ്ട്. ക്രിക്കറ്റ് താരങ്ങൾ എത്തിയിട്ടുണ്ട്. इंग्लिश मेरा जोश, पूरा जोश है हमारा. रोहित शर्मा देश का कप जीत के आया, बहुत बड़ी बात है. झंडा गाड़ के आया बारबाडोस की जमीन पर, बहुत बड़ी बात है. തീർച്ചയായും ഇതിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ നിരവധി ആരാധകരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ എത്തിച്ചേർന്ന 6:25 ഈ വിമാനം ലാൻഡ് ചെയ്തതിന് ശേഷം ഏതാണ്ട് 7 മണിയോടുകൂടി ക്രിക്കറ്റ് താരങ്ങൾ പുറത്തു വരുന്നതായിരിക്കും. തുടർന്ന് അവർ ഇവിടെ നിന്ന് ഈ ITC മൗര്യ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് 9:30 പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഈ ക്രിക്കറ്റ് താരങ്ങൾ പോകുന്നതായിരിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് ക്രിക്കറ്റ് താരങ്ങൾ മുംബൈയിലേക്ക് പോകുന്നത്. മുംബൈയിലാണ് ഈ വിക്ടറി പരേഡ് നടക്കുന്നത്. വിക്ടറി പരേഡിൽ ഈ ക്രിക്കറ്റ് താരങ്ങൾ, അതുപോലെ തന്നെ ഈ ടീമുമായി ബന്ധപ്പെട്ട മറ്റ് കോച്ച്, മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്നിവർ പങ്കെടുക്കുന്നതായിരിക്കും. ഈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങ് ഒരു ഐതിഹ്യമാക്കി മാറ്റുന്നതിന് എല്ലാ ഒരുക്കങ്ങളും BCCI ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് 5 മണിക്കാണ് ഈ ആരംഭിക്കുന്നത്. വിക്ടറി പരേഡിന്റെ ഭാഗമായി ഓപ്പൺ അതുപോലെ തന്നെ നരിമാൻ പോയിന്റ് സ്ഥലത്തിൽ അവരുടെ റോഡ് ഷോ നടക്കുന്നതായിരിക്കും. അതിനുശേഷം വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് വലിയ ചടങ്ങ് നടക്കുന്നത്. 2007 പോലെ തന്നെ വലിയ ആവേശം. ഇപ്പോൾ അവിടെയുള്ള ഓരോരുത്തരുടെ മുഖം കണ്ടാൽ അറിയാം എന്തുമാത്രം സന്തോഷമാണ്. ഓരോ നിമിഷവും അവർ അത്രത്തോളം ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. വിശ്വവിജയികളെ, ടീം ഇന്ത്യയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ, ഇന്ത്യൻ താരങ്ങളുടെ ജേഴ്സി അണിഞ്ഞാണ് അവിടെ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. പ്ലക്കാർഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, രാജ്യത്തിന്റെ മൊത്തം അഭിമാന നിമിഷമാണ്. ഇപ്പോൾ ബാലു നേരത്തെ സൂചിപ്പിച്ചല്ലോ, വലിയ തോതിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണക്കാരായിട്ടുള്ള കാഴ്ചക്കാരും കാണികളും ഒക്കെയാണ് അവിടെ കാത്തു നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യൻ താരങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. VIP നിരയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ, പ്രധാനപ്പെട്ട ആളുകൾ ആരെങ്കിലും നമ്മുടെ താരങ്ങളെ സ്വീകരിക്കാൻ ഈ കപ്പുമായി അവരുടെ വരവ്, ആവേശോജ്വലമായിട്ടുള്ള വരവിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ബാലു? ഉമേബാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ പൂർണ്ണമായും എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം ഇവിടെ ഈ വലിയ ശബ്ദമാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ചോദ്യം പൂർണ്ണമായി കേൾക്കാൻ വേണ്ടി കഴിയുന്നില്ല. പക്ഷേ ഒരു കാര്യം, അതായത് എനിക്ക് മനസ്സിലായതിൽ നിന്ന് പറയാം. കാരണം ഈ വലിയ മഴ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രാവിലെ പുലർച്ചെ എത്തിയ ആരാധകരുടെ എണ്ണം കുറവാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ഇപ്പോൾ മഴ കുറഞ്ഞ സാഹചര്യത്തിൽ കൂടുതൽ പേർ ഇന്ത്യൻ താരങ്ങളെ ഈ സ്വീകരിക്കുന്നതിനായി ഇപ്പോൾ ഈ വിമാനത്താവളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ വിമാനം ഇവിടെ ലാൻഡ് ചെയ്യുന്നതിന് ശേഷം, അല്ലെങ്കിൽ ആ സമയം കൂടുതൽ അതുപോലെ തന്നെ എന്തായാലും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ആ ആവേശത്തിന്റെ അലയൊലികളിൽ ഉള്ളിലാണ് ശരിക്കും പറഞ്ഞാൽ ബാലു നിൽക്കുന്നത്. അതുകൊണ്ട് ബാലുവിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലും കൃത്യമായിട്ട് കേൾക്കാൻ കഴിയുന്നില്ല. പക്ഷേ ആവേശം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അങ്ങേ അറ്റത്ത് ആകാശത്തോളം തന്നെയാണ് ആവേശം നിൽക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ മിനിറ്റുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ ടീം നമ്മുടെ മണ്ണിൽ വിജയ ശ്രീലാളിതരായിട്ട്
വന്നെത്താൻ പോവുകയാണ്. എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങൾ BCCIയുടെ ഭാഗത്തു നിന്ന് ഒരുക്കിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള എല്ലാ തരം അവർക്ക് സ്വീകരണം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും റോഡ് ഷോ ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള ഒരു വരവേൽപ്പാണ് നമ്മുടെ വിശ്വവിജയികൾക്ക് വേണ്ടിയിട്ട് രാജ്യം നൽകുന്നത്. അതിൻ്റെ നേർചിത്രമാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ടീമിന്റെ വരവിന് വേണ്ടി. അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ജൈവിളികളൊക്കെ ഉയർന്നിട്ടുണ്ട്, പ്ലക്കാർഡുകളൊക്കെ ഉയർത്തി വലിയ തോതിലുള്ള ആവേശത്തിൽ തന്നെയാണ് അവിടെ ഓരോരുത്തരും ഈ നിമിഷത്തിലൂടെ കടന്നു പോകുന്നത്. രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ഈ സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബാലുവാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് ഇതുവരെയുള്ള വിവരങ്ങളൊക്കെ പങ്കുവച്ചത്. വീണ്ടും നമുക്ക് ഇതിന്റെ വാർത്തയിലേക്ക് തിരിച്ചെത്താം. ബാലു തുടരുന്നുണ്ട് അവിടെ. ബാലു, അവിടെ വല്ലാത്ത ആർപ്പുവിളികളും ആഘോഷ തിമിർപ്പിലും ഒക്കെയാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ ഈ വിശ്വകിരീടം കുറച്ച് കാത്തിരുന്ന് അല്പം നമ്മൾ പണിപ്പെട്ട് നേടിയെടുത്തതാണ്. വലിയ ആവേശം രാഹുൽ ദ്രാവിഡിന്, രോഹിത് ശർമ്മയ്ക്കൊക്കെയുള്ള ഒരു, അതുപോലെ തന്നെ നമ്മുടെ കോഹ്ലിക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ട്രിബ്യൂട്ട് തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു അവരുടെ ആ വരവ് സംബന്ധിച്ചുള്ള സ്വീകരണം നൽകുമ്പോൾ നൽകുക അല്ലേ? വലിയ ആവേശം തന്നെയാണ് ഡൽഹി വിമാനത്താവളത്തിലുള്ളത്. രാവിലെ മുതൽ തന്നെ ക്രിക്കറ്റ് ആരാധകർ ഈ മഴയെ അവഗണിച്ചുകൊണ്ട് ഡൽഹി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഡൽഹിയിൽ അതായത് ഈ സ്വീകരണവുമായി ബന്ധപ്പെട്ട മറ്റു പരിപാടികളൊന്നും തന്നെ ഇല്ല. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച മാത്രമാണുള്ളത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ ഡൽഹി വിമാനത്താവളത്തിൽ ഇതിനോടകം തന്നെ നൂറുകണക്കിന് ആരാധകർ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, നൂറുകണക്കിന് ആരാധകരാണ് ഈ രാവിലെ ഈ മഴയെ അവഗണിച്ചുകൊണ്ട് ഡൽഹി വിമാനത്താവളത്തിൽ ഈ ക്രിക്കറ്റ് താരങ്ങളെ സ്വീകരിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ളത്. ക്രിക്കറ്റ് താരങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള ഈ വിമാനം അല്പസമയത്തിനുള്ളിൽ തന്നെ ഡൽഹി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കറിയാം, ഈ കരീബിയൻ ദ്വീപ് സമൂഹത്തിലെ ചുഴലിക്കാറ്റ് കാരണം ഈ വിജയം കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ക്രിക്കറ്റ് താരങ്ങൾ ഡൽഹിയിൽ എത്തുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ആവേശം ഒട്ടും ചോർന്നിട്ടില്ല. ഈ ക്രിക്കറ്റ് താരങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ഡൽഹിയിലെ ITC മൗര്യ ഹോട്ടലിലേക്ക് അവർ പോകുന്നതായിരിക്കും. അവിടെ നിന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകുന്നതായിരിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് ക്രിക്കറ്റ് താരങ്ങൾ ഈ മുംബൈയിലേക്ക് അവരെ പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ കൊണ്ടുപോകുന്നത്. അവിടെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് ഇന്ന് ഈ വിക്ടറി പരേഡുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചടങ്ങുകൾ നടക്കുന്നത്. ഈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് ക്രിക്കറ്റ് താരങ്ങൾക്ക് നേരത്തെ BCCI പ്രഖ്യാപിച്ച ഈ പാരിതോഷികം വിതരണം ചെയ്യുന്നതായിരിക്കും. 125 കോടി രൂപ ക്രിക്കറ്റ് താരങ്ങൾക്ക് പാരിതോഷികം നൽകുമെന്നാണ് അറിയിച്ചിരുന്നത്. ആ പാരിതോഷികം ഈ ക്രിക്കറ്റ് താരങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അവിടെ വെച്ച് ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഈ വേൾഡ് കപ്പ്, അതായത് ഈ കപ്പ് ഈ ജയ്ഷായ്ക്ക് കൈമാറുന്നതായിരിക്കും. തുടർന്ന് 2 വർഷം ഈ വേൾഡ് കപ്പ് BCCI ആസ്ഥാനത്ത് വയ്ക്കുകയും ചെയ്യുന്നതായിരിക്കും. ഏതായാലും വലിയ ആഘോഷങ്ങൾക്കാണ് ഇന്ന് മുംബൈ ഡൽഹിയുമൊക്കെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. ഡൽഹിയിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിമാനത്താവളത്തിൽ ഈ സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് വിമാനത്താവളത്തിൽ നിന്ന് താരങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ, അവിടെ നിന്ന് പ്രധാനമന്ത്രിയുടെ വസതി, ഈ രണ്ട് സ്ഥലങ്ങളിലേക്കും ഈ ക്രിക്കറ്റ് താരങ്ങൾ പോകുമ്പോൾ അവർക്ക് സ്വീകരണം നൽകുന്നതിനായി റോഡിന്റെ ബാലുവാണ് നമുക്ക് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ രാജ്യം കാത്തിരിക്കുന്ന ആ അഭിമാന മുഹൂർത്തത്തിലേക്ക് ഇനി ഏതാനും മിനിറ്റുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. എല്ലാവരും വലിയ ആവേശത്തിലാണ്. എന്തായാലും ഈ ഡൽഹി വിമാനത്താവളത്തിലെത്തി അവിടെ നിന്ന് നേരെ ഹോട്ടലിലേക്ക്, അതിനുശേഷം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച, ശേഷം മുംബൈയിലേക്ക് വാങ്കഡെ സ്റ്റേഡിയത്തിൽ വലിയ ഒരുക്കങ്ങൾ, വലിയ സജ്ജീകരണങ്ങളൊക്കെ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും രാജ്യത്തെ സംബന്ധിച്ചുള്ള ആ അഭിമാന മുഹൂർത്തത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. ഡൽഹിയിൽ നിന്ന് B ബാലഗോപാലാണ് നമുക്ക് വേണ്ടി വിവരങ്ങൾ പങ്കുവച്ചത്.